പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അബിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ ഘട്ടമാണ് വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ഇഷ. ഇതേ തുടർന്ന് ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കടന്ന് വരുന്ന ചന്തു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഇപ്പോൾ കൊണ്ടുപോവുകയാണ് അബിയെ എന്ന് അറിയിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളയുകയാണ് ദേവബാലയെ. ഒരിക്കലും ദേവബാല ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. ഇതോടെ ദേവബാലയോട് കാര്യങ്ങളെല്ലാം വഴിയെ മനസ്സിലാകുമെന്നും നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരാനും സാധിക്കും. ഇല്ല, അബിയെ ഞാൻ വിട്ടുതരില്ല. വാശി പിടിക്കുന്നത് നല്ലതിനല്ല എന്നുള്ള കാര്യം ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സം വരുത്തുകയാണ് എങ്കിൽ അതിൻ്റെ കേസിൽ നിങ്ങളും അകത്തുപോകും. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമല്ല. ഇതിൽ പേഴ്സണലായി ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അപ്പോൾ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് നടക്കുന്നത് അല്ലേ? ദേവരാജൻ ചോദിച്ചതിനെ തുടർന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതോടെ അബിയെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവരാജനും കൂട്ടരും. പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. റാംമോഹൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർമാർ കാര്യങ്ങൾ പറയുകയാണ്. ഇനി അച്ഛനെ ധൈര്യമായി വീട്ടിലേക്ക് കൊണ്ടുപോകാം, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അവിടെ കൃത്യമായി കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി, പിന്നെ പേടിക്കേണ്ടതായി ഒന്നും തന്നെയില്ല. ഇതോടെ ദേവബാലയുടെ കാര്യം ആലോചിക്കുന്ന ഇഷയ്ക്ക് തൽക്കാലത്തേക്ക് ആശ്വാസം ലഭിക്കുകയാണ്. അച്ഛൻ്റെ കാര്യം ഞാൻ കൃത്യമായി നോക്കിക്കൊള്ളാം ഡോക്ടർ, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്. മെഡിസിൻസ് എല്ലാം കൃത്യമായി കൊടുക്കണം. ശരി ഡോക്ടർ എന്ന് പറയുന്ന ഇഷ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് അച്ഛനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നീനയെയും അമ്മയെയും. ഇതോടെ അവരുടെ കണക്കുകൂട്ടലുകളും ആകെ തെറ്റിപ്പോയിരിക്കുകയാണ്. ഇനി എങ്ങനെ തിരിച്ചടിക്കും എന്ന് ആലോചിക്കുമ്പോഴാണ് ഇഷ സത്യങ്ങൾ അച്ഛനോട് പറയുന്നത്. ഇതോടെ ഇഷയുടെ കൂടെ നിൽക്കാൻ ദേവരാജനും തയ്യാറായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.